ചെകുത്താനും കടലിനും നടുക്കുന്ന അവസ്ഥയായിരുന്നു ഗൗരിയുടേത്. അവൾ ഇരുന്നതും കാർ അവിടെ നിന്നും ഗേറ്റ് കടന്നിറങ്ങി. പെട്ടെന്നാണ് അവൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് ഷാളിലേക്ക് നോക്കിയത്. ഫോൺ. അവൾ ഞെട്ടലിൽ തിരഞ്ഞു. എൻ്റെ ഫോൺ. അവൾ ഇരിക്കുന്ന ഭാഗത്തെല്ലാം അവളുടെ ഫോൺ തിരഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എടുത്തതാണല്ലോ. അവൾ ധൃതിയിൽ കാറിൽ ഒന്നുകൂടെ നോക്കി. അശോ, ഇതെവിടെ പോയി? അമ്മാവാ. അവൾ മുന്നിലെ സീറ്റിലിരിക്കുന്ന അമ്മാവനെ വിളിച്ചു. എന്താ മോളെ? അമ്മാവ എൻ്റെ ഫോണിലേക്കൊന്ന് കോൾ ചെയ്യുമോ? എന്തു പറ്റി? അമ്മാവ, ഫോൺ കാണാനില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. നിക്ക് മോളെ, അമ്മാവൻ ഇപ്പോൾ വിളിക്കാം. ഇതേസമയം ഓഫീസിൽ നിന്നും ഇറങ്ങിയ സിദ്ധാർത്ഥ് കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരുന്നു. പക്ഷെ കാത്തു നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് ഗൗരിയെ കാണാതെ സിദ്ധാർത്ഥ് പരിഭ്രാന്തനായി ചുറ്റിലും കണ്ണോടിച്ചു. ഗൗരി! അവൻ വിളിച്ചെങ്കിലും കാർ പാർക്കിംഗ് ഏരിയയിൽ ആരും തന്നെ ഇല്ലായിരുന്നു. ഗൗരി! ഈ പെണ്ണിതെങ്ങോട്ട് പോയി? ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞ്? പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം സിദ്ധാർത്ഥ് കേട്ടത്. കുറച്ചു മാറിയായിരുന്നു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് നീങ്ങി. എന്നാൽ അവളുടെ ഫോൺ മാത്രമേ അവൻ അവിടെ നിന്ന് ലഭിച്ചുള്ളൂ. ഈ പെണ്ണിതെവിടെ പോയി? അപ്പോഴാണ് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് അവൻ ശ്രദ്ധിച്ചത്. അമ്മാവൻ. അമ്മാവൻ? ഇങ്ങനെന്തിനാ ഇവളൊക്കെ വിളിക്കുന്നത്? സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. മറുതലക്കിൽ നിന്നും ഗൗരിയുടെ ചോദ്യമാണ് അവൻ കേട്ടത്. അമ്മാവ, ആരേലും ഫോൺ എടുത്തോ എന്ന്. അത് കേട്ടത് സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ ഒരാന്തലായിരുന്നു. ഗൗരി അവളുടെ അമ്മാവൻ്റെ കൂടെയാണോ? ഫോൺ ഞെരുക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് തലയിൽ കൈവച്ചുകൊണ്ട് നിന്നു. കോപം കൊണ്ട് അവൻ്റെ കൈമുഷ്ടി ചുരുണ്ടുവന്നു. ദേഷ്യം തീർക്കാൻ എന്ന വണ്ണം സിദ്ധാർത്ഥ് കൈ ചുരുട്ടി ചുമരിനിട്ട് ആഞ്ഞൊരിടി കൊടുത്തു. ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. അവൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. കയറിൽ കയറി ഇരുന്നു കൊണ്ട് സിദ്ധാർത്ഥ് തീരുമാനിച്ചു. ഇന്നത്തോടെ അവളുടെ കുടുംബസ്നേഹം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് കോപത്തോടെ അവിടെ നിന്നും കാർ എടുത്തിറങ്ങി. അവൻ്റെ പോക്കിലെ പന്തികേട് അറിഞ്ഞെന്നോണം ബോഡി ഗാർഡ്സും അവൻ്റെ പിന്നാലെ ഒരു നിശ്ചിത അകലം പാലിച്ചു തന്നെ ഉണ്ടായിരുന്നു. ഇതേ സമയം ഗൗരിയും പ്രഭാകരും അവളുടെ വീട്ടിലെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. അങ്ങോട്ടേക്ക് കയറിയതും അവളിൽ നിന്ന് ഒരു തേങ്ങൽ പ്രഭാകർ കേട്ടു. അവളെ പ്രഭാകർ ചേർത്ത് പിടിച്ചു. കരയല്ലേ മോളെ, അമ്മാവിൻ്റെ കുട്ടി ഇങ്ങനെ വിഷമിക്കില്ലേ. ദൈവം എല്ലാറ്റിനും ഒരു വഴി കാണും. വീടിനകത്തേക്ക് കയറിയ ഗൗരി ആകെ ഞെട്ടിപ്പോയിരുന്നു. കുറച്ചു കാലം കൊണ്ട് വീടിനകം ആകെ അടപടലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ്റെ ഹാളിലെ ഇഷ്ടസ്ഥലമായ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിരുന്ന സ്ഥലം ഇപ്പോൾ അമ്മായിയുടെ ഇഷ്ടത്തിന് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ മലയിൽ നിന്നും വെള്ളം കുത്തി ഒലിക്കുന്നത് പോലെയുള്ള വർക്ക് ചെയ്തിരിക്കുവാണ്. പോരാത്തതിന് ഹാളിലെ വിലപിടിപ്പുള്ള ഫർണിച്ചറെല്ലാം മാറ്റി പുതിയ വന്നിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഇരുന്നിടത്തേക്ക് അവൾ കണ്ണോടിച്ചു. അവിടം ശൂന്യമാണ്. അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോ എവിടെന്ന് ചോദിക്കണമെന്ന് തോന്നി. എങ്കിലും അവൾ അതുള്ളിലൊതുക്കി. കാരണം ഇപ്പോൾ ഇത് അവളുടെ വീടല്ലല്ലോ. മോളെ, ഗൗരി ഇരിക്ക്. അമ്മാവൻ അവളെ സ്വപ്നലോകത്തു നിന്നും ഉണർത്തിക്കൊണ്ട് പറഞ്ഞു. ആ അമ്മാവ. അത് പറഞ്ഞിരുന്നപ്പോഴേക്കും കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ നിലം പതിച്ചിരുന്നു. മോൾ ഇവിടെ ഇരിക്ക്. അമ്മാവൻ അമ്മായിയെയും ആതിരയെയും വിളിച്ചു വരാം. അവൾ തലയാട്ടി. സ്വന്തം വീട്ടിലെ വിരുന്നുകാരി. അവൾ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ഷോളിൻ്റെ തലപ്പിൽ കണ്ണുനീറൊപ്പി. അകത്തേക്ക് പോയ പ്രഭാകർ താഴേക്ക് വരുമ്പോൾ അഹങ്കാരിയായ തൻ്റെ അമ്മായിയും അവർ ജന്മം നൽകിയ ആതിരയും ഉണ്ടായിരുന്നു. ആ, ഇതാര്? ഗൗരി മഹാറാണിയോ? ശില്പ ചോദിച്ചുകൊണ്ട് അവളെ പരിഹസിച്ചു. പ്രഭാകർ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് ശില്പയുടെ വാ അടപ്പിച്ചു. എപ്പോൾ വന്നു? ആതിരയുടെ മയത്തിലുള്ള സംസാരം കേട്ടതും ഗൗരി ഒന്ന് ഞെട്ടി. ഗൗരി, നിന്നോടാ ചോദിച്ചേ. ഞാൻ ദാ വന്നതേ ഉള്ളൂ. മോളെ, ഗൗരിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. വേണ്ട അമ്മായി, അത് പറ്റില്ല. ഇവിടെ വരെ വന്നിട്ട്. അമ്മായിയും പെട്ടെന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾ അമ്പരന്ന് പോയി. മോളെ ആദി, അമ്മ കൂടെ വരാം. നിങ്ങൾ സംസാരിച്ചിരിക്കെ. ശില്പ ആതിരയുടെ കൂടെ അടുക്കളയിലേക്ക് പോയി. മോളെ, അമ്മാവൻ ദാ വരുന്നു. പ്രഭാകറും അവർക്ക് പിന്നാലെ പാഞ്ഞു. അടുക്കളയിൽ എത്തിയെന്നും പ്രഭാകർ ശില്പയുടെ മുടിക്കുത്തിന് പിടിച്ച് ഒറ്റ വലിയായിരുന്നു. എടി നശിച്ചവളെ, നീ ഇപ്പോൾ എല്ലാം കുളമാക്കി കയ്യിൽ തന്നേനെ. എത്ര കഷ്ടപ്പെട്ടിട്ട് ആ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചതെന്നറിയുമോ? ആ സിദ്ധാർത്ഥ് വരും മുന്നേ ഇവളെ എങ്ങനെയെങ്കിലും വിക്രമിൻ്റെ കയ്യിലേൽപ്പിക്കണം. നീ കിടന്ന് അവൾക്ക് നേരെ കുറച്ച് ചാടിയാലേ അവൾ ഇറങ്ങിപ്പോകും. പിന്നെ അറിയാലോ, എല്ലാം കയ്യിൽ നിന്നും പോകും. വീണ്ടും ചെറ്റക്കുടിലിൽ അഭയം തേടേണ്ടി വരും. പ്രഭാകർ എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. എങ്ങനെയെങ്കിലും ആ എരണം കെട്ടവളെ വിക്രമിന് ഇന്ന് തന്നെ ഏൽപ്പിക്കാൻ നോക്ക്. അങ്ങനെയെങ്കിലും ഇവൾ കോക്ഡ നമുക്ക് ഒരു ഗുണമുണ്ടാവട്ടെ. അല്പം കഴിഞ്ഞ് വെള്ളവുമായി ആതിരയും ശില്പയും തിരിച്ചെത്തി. മോളെ ഗൗരി, ഇതെല്ലാം കഴിക്കണം കേട്ടോ. ശില്പ അവളുടെ തലയെ തലോടിക്കൊണ്ട് പറഞ്ഞു.
അവളുടെ കണ്ണുകൾ നിറയാതെ ഇരിക്കാനായില്ല. അയ്യോ, എന്തിനാ നീ കരയുന്നത്? കരയണ്ട, എല്ലാം ശരിയാവും കേട്ടോ മോളെ, ശില്പ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും അവളെ സ്നേഹിച്ചു തുടങ്ങി എന്ന തെറ്റിദ്ധാരണ അവളിൽ മുട്ടിട്ട് വിരിഞ്ഞു എന്നതാണ് സത്യം. പെട്ടെന്നാണ് ഉമ്മറത്തെ വാതിലിനടുത്ത് അലറിക്കൊണ്ടുള്ളൊരു വിളി കേട്ടത്. ഗൗരി! എല്ലാവരും നടുക്കത്തോട് ഉമ്മറത്തെ വാതിലിനടുത്തേക്ക് കണ്ണോടിച്ചു. ഭയന്ന പോലെ സിദ്ധാർത്ഥ് എത്തിക്കഴിഞ്ഞു. അവൻ്റെ കണ്ണുകൾ ചോര നിറമായിരുന്നു. അവളെ വലിച്ചു കീറാനുള്ള ദേഷ്യം അവൻ്റെ ഉള്ളിൽ ഇരുമ്പിക്കൊണ്ടിരുന്നു. സിദ്ധാർത്ഥ് അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് മന്ത്രിച്ചു. അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ട് അവളുടെ കൈകളിൽ ശക്തിയായി പിടിച്ചു. വയറങ്ങ്! സിദ്ധാർത്ഥ്! അവളിൽ നിന്ന് ഒരു ദയനീയ വിളി ഉണർന്നതും അവൻ്റെ കത്തുന്ന നോട്ടം അവളിലേക്ക് പാഞ്ഞു. നിന്നോട് വരാനാണ് പറഞ്ഞത്, കയ്യിലെ പിടുത്തം മുറുക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. പെട്ടെന്നാണ് സിദ്ധാർത്ഥിൻ്റെ കൈകളിൽ മറ്റൊരു കൈ വന്ന് പതിഞ്ഞത്. പ്രഭാകർ ആയിരുന്നു അത്. മോനെ, കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും വിട്. അത് കേട്ടതും സിദ്ധാർത്ഥിൻ്റെ രക്തം തിളച്ചു മറിയുന്നത് പോലെ അവന് തോന്നി. അത് പറയാൻ നിങ്ങൾ ആരാ? അവൻ്റെ ചോദ്യം ഉയർന്നതും പ്രഭാകർ പറഞ്ഞു. ഞാൻ അവളുടെ അമ്മാവൻ, ഇതവളുടെ അമ്മായി, ഇതവളുടെ സഹോദരി. ഇവൾ ഞങ്ങളുടെ മോള, അതുകൊണ്ട് മോൻ കൈയെടുത്ത് വന്ന വഴി പോകാൻ നോക്ക്. സിദ്ധാർത്ഥിൻ്റെ നോട്ടം ഗൗരിയിലായി. നിനക്ക് ഇവരാണോ ഞാനാണോ വലുത്? അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ ഇമ വെട്ടാതെ നോക്കി നിന്നു. പറയാൻ! സിദ്ധാർത്ഥിൻ്റെ ഒച്ച അവിടം ഒരു ഇടിമുഴക്കം പോലെ കേട്ടു. അവളിൽ നിന്നും മറുപടി ഒന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ സിദ്ധാർത്ഥ് അവളെ ഇരു ഷോൾഡറിലും പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. പറയടി, നിനക്ക് എൻ്റെ കൂടെ വരണോ അതോ ഈ ചതിയന്മാരുടെ കൂടെ നിൽക്കണോ? സിദ്ധാർത്ഥ്! അവൾ ദയനീയമായി വിളിച്ചു. ഡാ ചെറുക്ക, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ കൊച്ചിൻ്റെ ദേഹത്ത് കൈവെക്കാൻ മാത്രം അധികാരം ആരാടാ നിനക്ക് തന്നത്? നിവിടടാ ഞങ്ങളുടെ കൊച്ചിനെ, ശില്പ ദേഷ്യത്തിൽ പറഞ്ഞു. ഗൗരി, ഇവർക്കാണോ എനിക്കാണോ നിന്നിൽ അവകാശം? അവൻ്റെ ചോദ്യം ഉറച്ചതായിരുന്നു. എൻ്റെ ഭഗവതി, എന്താ പറയണ്ടേ? എഗ്രിമെൻ്റ് വിവാഹം ആരും അറിയരുതെന്നും ഇങ്ങേര് പറഞ്ഞു. ഇപ്പോൾ ചോദിക്കുന്നു ആർക്കാ അവകാശമെന്ന്. മിണ്ടണ്ട, നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം. സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന പ്രഭാകറിൻ്റെ കൈകളെ നിഷ്കരണം സിദ്ധാർത്ഥ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഗൗരി എടുത്തുയർത്തി അവൻ തോളിലേക്കിട്ടു. കുതിറിക്കൊണ്ടിറങ്ങാനൊരുങ്ങിയ ഗൗരിയിൽ പിടിയൊന്ന് മുറുക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. അടങ്ങിക്കിടക്കടി അവിടെ. ഇടാ, നിർത്തടാ ഞങ്ങളുടെ കൊച്ചിനെ അവിടെ. സിദ്ധാർത്ഥ് ചൂണ്ടുവിരൽ കൊണ്ട് ചുണ്ടിൽ അമർത്തി പറഞ്ഞു. മോളെ ആതിരെ, നോക്കി നിൽക്കാതെ പോലീസിനെ വിളിക്കും മോളെ. ഇതെന്താ വെള്ളരിക്ക പട്ടണോ? നമ്മുടെ കൊച്ചിനെ കണ്ടവന്മാർ തൂക്കിക്കൊണ്ടു പോകുന്നത് കണ്ടില്ലേ? ശില്പ കരച്ചിൽ അഭിനയിച്ച് പറഞ്ഞു. എന്തേലും ചെയ് മനുഷ്യ, ശില്പ പ്രഭാകറിൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. പ്രഭാകറിൻ്റെ നോട്ടം നീങ്ങുന്ന ഭാഗത്തേക്ക് നോക്കിയതും ശില്പ ഞെട്ടിച്ചുപോയി. ഒരു കൂട്ടം ബോഡി ഗാർഡ്സും തോക്കുമായി അവരുടെ വീടിൻ്റെ ജനലുകൾക്ക് മറവിൽ നിൽക്കുന്നു. പിന്നീടൊന്ന് ശ്വാസം വിടാൻ പോലും മൂവരും ഒന്ന് ഭയന്നു. എന്നാ പോട്ടെ അമ്മാവാ, സിദ്ധാർത്ഥ ആക്കിക്കൊണ്ട് പറഞ്ഞ് ഗൗരിയെ ഇറക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. സിദ്ധാർത്ഥ്, എന്നെ ഇറക്കി വിട്, ഞാൻ വന്നോളാം. മര്യാദയ്ക്ക് അടങ്ങിക്കിടക്കടി അവിടെ. ഇല്ലെടുത്ത് വല്ല പൊട്ടക്കിണറ്റിലും കൊണ്ടിടും. പിന്നീട് അവൾ ഒന്നും മിണ്ടാതെ അടങ്ങിക്കിടന്നു. സിദ്ധാർത്ഥ്, ഞാൻ നടന്നോളാം, എന്നെ താഴെ ഇറക്ക്. മിണ്ടാതെ ഇരുന്നോ, ഇല്ലേ വല്ല പൊട്ടക്കിണറ്റിലും എടുത്തിടും. സിദ്ധാർത്ഥ്, അവൾ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു. ആ വിളി അവളിൽ നിന്നുയർന്നതും അവനിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു. അവളെയും തൂക്കിയെടുത്ത് കാറിനടുത്തേക്ക് എത്തിയതും സിദ്ധാർത്ഥ് അവളെ അവിടെ ഇറക്കി. ശേഷം കൈകെട്ടി അവൾക്ക് മുന്നിൽ നിന്നു. അവൻ്റെ നോട്ടം താങ്ങാനുള്ള ശക്തി അവൾക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ താഴ്ന്ന് തല ഭൂമിയോളമാവും. ഡീ, കണ്ണിലേക്ക് നോക്കടി, അവൻ കോപത്തെ പറഞ്ഞതും അവൾ ഒന്ന് നടുങ്ങി. ഇല്ല സിദ്ധാർത്ഥ്, ഞാൻ നോക്കില്ല, അവൾ കോരുന്നു കൊച്ചു കുഞ്ഞിനെ പോലെ ഭയത്തിൽ പറഞ്ഞു. നോക്കാനാ പറഞ്ഞത്, ഇല്ലെന്ന് പറഞ്ഞില്ലേ? കാറിനോടൽപ്പം മാറി നിന്ന ഗൗരിയെ അവൻ പിന്നിലേക്ക് തള്ളി കാറിനോട് കൂടുതൽ ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ ദേഹത്തേക്ക് ചേർന്ന് നിന്നു. നോക്കടി. അവൻ്റെ സ്പർശനവും ശബ്ദവുമെല്ലാം അവളിൽ തൊട്ട് തഴുകുന്നത് അവളിൽ വല്ലാതെയാക്കി. അവൻ്റെ ശ്വാസം അവളുടെ ഇടം കഴുത്തിൽ പതിക്കുന്നത് അവൾ അറിയുന്നുണ്ട്. അവൾ വിയർക്കുന്നത് കണ്ട് സിദ്ധാർത്ഥ് അവളിൽ നിന്നും മാറിക്കൊണ്ട് പറഞ്ഞ്, കാറിൽ കയറ്, ബാക്കി ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം. അത് കേട്ടതും പേടി ഒന്നുകൂടെ അവളിൽ കൂടി. സിദ്ധാർത്ഥ്, ഞാൻ അവരുടെ കൂടെ വന്നോളാം. അവൾ കൈ ചൂണ്ടുന്ന ഭാഗത്തേക്ക് സിദ്ധാർത്ഥ് നോക്കി. അവിടെ അമനും അവൻ്റെ ബോഡി ഗാർഡ്സും ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ നോട്ടം അവൾ ഒന്നുകൂടെ ഭയപ്പെടുത്തി. ദേ, നിന്നോട്ടം തുള്ളൽ കളിക്കാതെ കാറിൽ കയറ് പെണ്ണേ, എനിക്ക് വിശന്നിട്ട് വയ്യ. അത് കേട്ടതും അവൾ ഞെട്ടി സിദ്ധാർത്ഥിനെ നോക്കി. അവളുടെ സ്തംഭിച്ചുള്ള നോട്ടം കണ്ട് സിദ്ധാർത്ഥ് കാറിൽ നിന്നും ഇറങ്ങി അവൾക്കടുത്തേക്ക് വന്നു. ഇത് ഏത് സീരിയലാണ് ഇവിടെ നടക്കുന്നത്? വല്ലാതെ ലാഗാവുന്നുണ്ട്, സിദ്ധാർത്ഥ് പറഞ്ഞുകൊണ്ട് അവളെ കാറിൻ്റെ സീറ്റിലേക്ക് തള്ളിവിട്ട് വാതിലടച്ചു. പോകാം.
എൻ്റെ ഗൗരി കാറിൽ കയറിയാൽ ഫസ്റ്റ് സീറ്റ് ബെൽറ്റ് ഇടണം. അവൾ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ ബെൽറ്റ് ഇട്ടില്ല. സിദ്ധാർത്ഥ് ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് സീറ്റ് ബെൽറ്റ് അവൾക്ക് ഇട്ടുകൊടുത്തു. എന്നും ഞാൻ ഉണ്ടാവില്ല കേട്ടോ, അവൻ അവളെ നോക്കി പറഞ്ഞു. അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി. ഇനി ഇപ്പോൾ തുടങ്ങും കണ്ണുനീർ ഒലിപ്പിക്കാൻ. അല്പനേരം കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഗൗരി ഉറങ്ങിപ്പോയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവളുടെ മേൽ അവൻ്റെ കണ്ണുകൾ വീഴുന്നുണ്ടായിരുന്നു. കാറിലെ AC-യുടെ തണുപ്പ് ചേർത്ത് നിൽക്കാൻ എന്നവണ്ണം അവൾ ഷാൾ കൊണ്ട് ശരീരം മുഴുവൻ മറച്ചു കൊണ്ടിരുന്നു. അങ്ങും ഇങ്ങും എത്താതെ അവൾ കിടന്ന് തിരിയുന്നത് കണ്ട് സിദ്ധാർത്ഥ് വണ്ടി വഴിയോരത്തേക്ക് ഒതുക്കി. അവൻ്റെ ജാക്കറ്റ് ഊരി അവളെ നല്ലതുപോലെ പുതപ്പിച്ചു. അതും ചേർത്ത് പിടിച്ച് ഗൗരി കിടന്നു. ആ ജാക്കറ്റിന് പകരം അവനാണെന്ന് സിദ്ധാർത്ഥ് സങ്കല്പിച്ചു പോയി. അവനിൽ ഒരു ചിരി വിരിഞ്ഞു. കാർ ഒരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ ചെന്ന് നിർത്തി. അവൾ നല്ല ഉറക്കമായതുകൊണ്ട് സിദ്ധാർത്ഥ് ഫുഡ് കാറിലേക്ക് കൊണ്ടുവരാൻ ഓർഡർ കൊടുത്തു. ഫുഡ് വരാൻ ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെയിരുന്നു. അപ്പോഴാണ് ഗൗരിയുടെ മുഖത്തേക്ക് വീണ് കിടന്ന മുടിയിഴകളെ അവൻ കണ്ടത്. പതിയെ അതിനെ അവളുടെ ചെവിക്ക് പിന്നിലേക്ക് വെച്ചുകൊണ്ട് അവളെ തന്നെ അവൻ നോക്കിയിരുന്നു. ഇളം പിങ്ക് നിറത്തിലുള്ള അധരങ്ങൾ, കൺപീലികൾക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് അവൻ്റെ മനസ്സുരുവിട്ടത് ഗൗരിയെ കണ്ട് ശേഷമാണ്. നുണക്കുഴിയുള്ള കവൾ ചുവന്നു തൊടുത്തു നിൽക്കുന്ന ആപ്പിൾ പോലെയാണ് അവളുടെ കവിൾ. എപ്പോഴും ഒരു ഇളം റോസ് കളറുണ്ടാവും അവളുടെ കവിളിൽ. അവൻ്റെ നോട്ടം ദിശ മാറി മാറിപ്പോയി. അവളുടെ കഴുത്തിൽ അവനെ മോഹിപ്പിക്കും പോലെ ഒരു ചെറിയ കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു. അവൻ്റെ കൈകൾ അതിലൊന്ന് തൊടാൻ ആഗ്രഹിച്ചു. മനസ്സും ശരീരവും വലിയ യുദ്ധം തന്നെയായിരുന്നു. ശരീരം വേണമെന്നും മനസ്സ് വേണ്ട എന്നും കൈകൾ അവൻ പോലും അറിയാതെ യാന്ത്രികമായി അവളുടെ കഴുത്തിലേക്കടുത്ത്. തൊടാൻ ചൂണ്ടുവിരൽ നിവർത്തിയത് പെട്ടെന്നാണ് ഫുഡുമായി ഡെലിവറി ബോയ് വന്നത്. പെട്ടെന്ന് ശബ്ദം കേട്ടതും ഗൗരി ഞെട്ടി എഴുന്നേറ്റു. സിദ്ധാർത്ഥൻ്റെ കൈകൾ അവളുടെ കഴുത്തിനോട് അടുത്ത് നിൽക്കുന്നത് കണ്ട് ഗൗരി ഒന്ന് പിന്നിലേക്ക് കാഞ്ഞു. കാർവിൻ താഴ്ത്തിയത് കൊണ്ട് തന്നെ ഡെലിവറി ബോയ് പോയും ഇത് കണ്ടിരുന്നു. സിദ്ധാർത്ഥ് സാറിന് അവിഹിതമോ? ഡെലിവറി ബോയ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സിദ്ധാർത്ഥ് അവൻ്റെ കയ്യിലുള്ള ഫുഡ് പിടിച്ചു വാങ്ങിയത്. ശേഷം ഗ്ലാസ് മുകളിലേക്ക് കയറ്റി. സിദ്ധാർത്ഥ് ആകെ ചമ്മി അളിഞ്ഞിരിക്കുകയായിരുന്നു. അവൾ ഇപ്പോൾ തന്നെ ഉണരുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നാണ് അവനെ നടുക്കുന്നത് പോലെ ഗൗരിയുടെ ശബ്ദം അവൻ കേട്ടത്. സിദ്ധാർത്ഥ്! അവൻ അവളെ നോക്കി. നിങ്ങൾ ഓക്കെ അല്ലേ? അതേ ഗൗരി, എന്തു പറ്റി? അല്ല, പതിവില്ലാതെ ഫുഡ് കാറിലേക്ക് വാങ്ങിയത് കൊണ്ട് ചോദിച്ചതാ. അതിന് സിദ്ധാർത്ഥൻ്റെ പക്കൽ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലോ? സത്യത്തിൽ അവളുടെ വാക്കുകൾ സിദ്ധാർത്ഥിൽ ഒരു ആശ്വാസം തന്നെയായിരുന്നു. കാരണം അത്രയും വില കൂടിയ കാറിലിരുന്ന് ഭക്ഷണം കഴിച്ച് അതിൽ വേസ്റ്റ് ആവുന്നത് സിദ്ധാർത്ഥിന് സഹിക്കാൻ കൂടി പറ്റുന്നതല്ല. പിന്നെയും ഗൗരിയെ ഉണർത്തേണ്ട എന്ന് കരുതി മാത്രമാണ് അവൻ കാറിലേക്ക് ഫുഡ് ഓർഡർ ചെയ്ത്. എങ്കിൽ നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാം. ഗൗരി അവളുടെ വസ്ത്രം ശരിയാക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവളുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന സിദ്ധാർത്ഥിൻ്റെ കോട്ട് അവൾ കണ്ടത്. അവളുടെ മുഖം അറിയാതെ തന്നെ ചുവന്നു വന്നു. അവളുടെ നോട്ടം അവനിൽ പതിയുന്നുണ്ട് എന്ന് സിദ്ധാർത്ഥ് ഇടം കണ്ണിട്ട് നോക്കി. അവളുടെ നാണം മറയ്ക്കാനാവാതെ അവൾ ബുദ്ധിമുട്ടി. സിദ്ധാർത്ഥ്, തൻ്റെ കോട്ടുതാ. അവൾ കയ്യിലുള്ള കോട്ട് അവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അത് വാങ്ങുന്നതിനിടയ്ക്ക് അവളുടെ പട്ടുപോലെ മൃദുലമായ വിരലുകളിൽ അവൻ്റെ സ്പർശനമേറ്റു. മുമ്പെങ്ങും തോന്നാത്തൊരനുഭൂതിയായിരുന്നു ഇരുവരിലും. ഇനിയും ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല എന്നും മനസ്സിലായതും ഗൗരി വേഗം കാറിൽ നിന്നും ഇറങ്ങി. ഇവൾക്കിതെന്തു പറ്റി? ഈ പെണ്ണിനെ മനസ്സിലാവുന്ന കൂടി ഇല്ലല്ലോ. ഇവൾ എപ്പോഴാ എന്താ പ്രവർത്തിക്കുന്നതെന്ന് ഇവൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല. സിദ്ധാർത്ഥ്! പെട്ടെന്നുള്ള അവളുടെ പെരുമാറ്റം കണ്ട് സിദ്ധാർത്ഥ് ആകെ അമ്പരന്നു പോയിരുന്നു. റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറിയ ഇരുവരും അല്പനേരം മിണ്ടാതെയിരുന്നു. ആദ്യമായി കാണുന്ന ആളുകളെ പോലെ. പെട്ടെന്നാണ് അവർക്കിടയിലേക്ക് ഒരു പയ്യൻ്റെ കടന്നുവരവ്. ഹായ് ഗൗരി! മുൻപരിചയമില്ലാത്ത ശബ്ദം കേട്ടതും സിദ്ധാർത്ഥ് പിന്നിലേക്ക് നോക്കി. ഒരു ചുള്ളൻ പയ്യൻ. കാണാൻ സിദ്ധാർത്ഥിനെ പോലെ നല്ല ഹൈറ്റ്, നല്ല ഒത്ത ശരീരം, ചീകി ഒതുക്കിയ മുടി, പാൻറ് ഷർട്ടൊക്കെ ഇട്ട് ഒരു പൈസക്കാരൻ പയ്യനാണെന്ന് കണ്ടാലേ തോന്നും. അത്രയും എലിജൻറ്റ് ലുക്കാണ് ആ പയ്യൻ. ഗൗരി അവനെ കണ്ടത് ഒരു ചിരിയോടെ എഴുന്നേറ്റ് നിന്നു. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് പതിയെ അവളെ ഹഗ് ചെയ്ത് ചേർത്ത് നിർത്തി. എന്തൊക്കെയുണ്ട് ഗൗരി വിശേഷം? സുഖമല്ലേ? അശോക്, നിങ്ങൾക്ക് സുഖമാണോ? ഓ പിന്നെ സുഖം. അല്ല, താനിവിടെയല്ല. നമ്മുടെ അളിയൻ കിരൺ എവിടെ? ഗൗരി മുന്നിലുള്ള സിദ്ധാർത്ഥിനെ ഒന്ന് പാളി നോക്കി. അവിടെ കടന്നൽ കുത്തിയ മുഖഭാവം ആയി മാറിയിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട എങ്കിലും പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം.
ഗൗരിയുടെ നോട്ടം പോയ ഭാഗത്തേക്ക് നോക്കിയതും അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് അശോക് ഞെട്ടിപ്പോയി. സിദ്ധാർത്ഥ് വർമ്മ. അവൻ സിദ്ധാർത്ഥിനെ ഒന്ന് വിളിച്ചു. ശേഷം സിദ്ധാർത്ഥിന് നേരെ ഷേക്ക് ഹാൻഡ് കൊടുക്കാനായി കൈ നീട്ടി. സിദ്ധാർത്ഥ് മനസ്സില്ലാ മനസ്സോടെ അവന് കൈ നൽകി. ഗൗരി ഇതാരാണെന്ന് പരിചയപ്പെടുത്തിയില്ല. സിദ്ധാർത്ഥ് താല്പര്യമില്ലാതെ പറഞ്ഞു. സിദ്ധാർത്ഥ്, ഇതെൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ്. പോരാത്തതിന് എൻ്റെ കോളേജ് സീനിയർ ആയിരുന്നു. എനിക്കൊരു ബ്രദറിനെ പോലെയാണ്. സിദ്ധാർത്ഥ് ഇരുത്തിയൊന്ന് മൂളി. ഗായമ്മ, ഇതാരാ നിൻ്റെ? ഗൗരി ഉഴറിയൊരു നോട്ടം സിദ്ധാർത്ഥിന് നേരെ പായിച്ചു. അവളുടെ മറുപടി കേൾക്കാൻ സിദ്ധാർത്ഥ് ഒന്ന് ആഗ്രഹിച്ചു. അവൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു വന്നത് അവൾ കണ്ടിരുന്നു. പതിയെ അശോകിൻ്റെ പിടിയിൽ നിന്നും വലിഞ്ഞു മാറി അവൾ സിദ്ധാർത്ഥിനെ നോക്കി. അപ്പോഴും അവിടം പ്രസാദിച്ചിട്ടില്ല. ഗായമ്മ, പറ, ഇതാരാ നിൻ്റെ? അത് പിന്നെ. അവൾ സിദ്ധാർത്ഥിനെ നോക്കി. ഞാൻ അത് പിന്നെ. പറ ഗായമ്മ. വീണ്ടും അവളെ അശോക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും സിദ്ധാർത്ഥിന് കോപമടക്കാനായില്ല. കൈമുഷ്ടി ചുരുട്ടുന്നത് ഗൗരി വ്യക്തമായി. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുകയാണ്. അവളുടെ മറുപടി കേട്ടതും അശോക് ഒന്ന് ഞെട്ടി. അതിനും വലിയ ഷോക്കായിരുന്നു സിദ്ധാർത്ഥിന്. അവൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും അവന് സന്തോഷമായേനെ. ഇതിപ്പോൾ അവളൊരു വേലക്കാരി മാത്രം ആരാണെന്ന് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന് അവനോട് തന്നെ പുച്ഛം തോന്നി. ഗായ്മ, താൻ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ ജോലി? അതെ അശോക്. നോ, താൻ ഇപ്പോൾ തന്നെ വാ എൻ്റെ കൂടെ. ആ കിരണിനെ ഒന്ന് കാണണം. സ്വന്തം പെണ്ണിനെ ഇങ്ങനെ ഒരു ജോലിക്ക് വിടാൻ മാത്രം നാണമില്ലാത്തവനായോ അവൻ? ഒന്നാമതേ പൊളിഞ്ഞു കയറി നിന്ന സിദ്ധാർത്ഥിന് കിരണിൻ്റെ പെണ്ണെന്ന് കേട്ടതുകൂടെ ആയപ്പോൾ ക്ഷമ മുഴുവനായി നശിച്ചു പോന്നു. സിദ്ധാർത്ഥ് കസേര വലിച്ചു മാറ്റിക്കൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അത് കണ്ടതും ഗൗരി അശോകിൻ്റെ കയ്യിൽ നിന്നും കുതറിക്കൊണ്ട് സിദ്ധാർത്ഥിന് പിന്നാലെ ആഞ്ഞു. ഈ പെണ്ണിനിതെന്തു പറ്റി? അശോക് ഒന്നും മനസ്സിലാവാതെ നിന്നു.